പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചന ചിന്തയോടെ ആയിരിക്കുവാൻ സർവശക്തനായ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. 57 സങ്കീർത്തനം 7 വാക്യം. എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എൻ മനമേ ഉണരുക, വീണയും കിന്നരവുമായുള്ളവരെ ഉണരുവിൻ, ഞാൻ അധികാലത്തെ ഉണരും. സ്വയം ധൈര്യപ്പെടുത്തുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറയുകയുണ്ടായി. അതിനോട് ചേർന്ന ഒരു വചനം കൂടെ ഇന്ന് പകൽക്കാലം ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാരോടാണ് പറയുന്നത്? സ്വയം മനസ്സിനോടാണ് പറയുന്നത്. എൻ മനമേ ഉണരുക. നാം സ്വയം ഉണരേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മുടെ ഈ ജഡം, നമ്മുടെ ഈ മനസ്സ്, നമ്മുടെ ഈ സ്വഭാവം ആത്മീയതയ്ക്ക് എതിരാണ്. ജഡ അഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനുമെതിരാകുന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ നാം ക്രിസ്തീയ ജീവിതം നയിക്കുമ്പോൾ വിശുദ്ധിയോടെ, വേർപാടോടെ ദൈവഹിതത്തിനേൽപ്പിച്ചു കൊടുത്ത് സ്വയം ഉണർന്നുകൊണ്ട് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ജനമേ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു. ഉണരണം, പ്രാർത്ഥിക്കണം, ഉറച്ചിരിക്കണം. സ്തോത്രം. ദൈവസന്നിധിയിൽ ഉണരുവാൻ ആരൊക്കെ തയ്യാറാണ്? ദൈവസന്നിധിയിൽ ഇനിയും ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ. താമര എന്ന പൂവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ചെളിയിലാണെങ്കിലും അത് നിൽക്കുന്നത് വിശുദ്ധമായിട്ടാണ്, അല്ലേ? ചെളിയൊന്നും ലേശവും പറ്റാതെ. അതുപോലെയാണ് ഈ ദുഷ്ട ലോകത്ത് ആയിരിക്കുമ്പോൾ, അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് നാം ആയിരിക്കുമ്പോൾ, ഇരുട്ടിൻ്റെ ശക്തി നമ്മെ മൂടിക്കളയാതെ, പാപച്ചെളികൾ നമ്മെ ലേശാതെ, വിശുദ്ധിയോടെ, വേർപാടോടെ ദൈവസന്നിധിയിൽ ഉണർന്നിരിക്കുവാൻ സ്വയം മനസ്സിലാക്കി, സ്വയം ഉണർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ മനസ്സുറപ്പിച്ച് ധൈര്യമായിരുന്നു കൊണ്ട് ക്രിസ്തുവിന് വേണ്ടി അധികം 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 പ്രയോജനപ്പെടുവാൻ സർവശക്തനായ ദൈവം സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.